ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ മുഖത്ത് കാണുന്ന ചുളിവുകൾ നല്ലവണ്ണം കുറയ്ക്കാനും മുഖം നല്ല നിറം വയ്ക്കാനും മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുഖത്ത് കാണുന്ന ചില ആൾക്കാർക്ക് അരിമ്പാറൊക്കെ വരാറുണ്ട്. ആ അരിമ്പാറൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഫേസ് പാക്കാണ് കേട്ടോ. മുട്ടയുടെ വെള്ളം നമുക്ക് ചുമ്മാതാണ് നമ്മുടെ മുഖത്ത് തേച്ചാലും അത്യാവശ്യം നല്ല നിറം വയ്ക്കും. അത് മാത്രമല്ല ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് കേട്ടോ. അതായത് കുഞ്ഞു കുഞ്ഞ് കുരുക്കളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ മുട്ടയുടെ വെള്ളം മാത്രം മതി. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട് എങ്കിലാണ് നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആവുക. അത് മാത്രമല്ല ചുളിവുകളുണ്ടെങ്കിൽ അത് നല്ലവണ്ണം കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ പാക്കുകളൊന്നും തയ്യാറാക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ, ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പം ഇളം ചൂടുവെള്ളത്തിൽ അങ്ങ് കഴുകിയാൽ മാത്രം മതി കേട്ടോ. സ്കിന്ന് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. ഈ ഒരു പാക്കുകളുണ്ടല്ലോ നമുക്ക് ഈ മുട്ടയുടെ വെള്ള ചേർത്ത പാക്ക് ഉണ്ടല്ലോ ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളം എടുക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിലുള്ള മുട്ടയുടെ വെള്ളം എടുക്കുക, പാത്രത്തിലെടുക്കുക. അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈനെസ് ആണെങ്കിൽ ടീസ്പൂൺ അളവ് ഇത്തിരി കൂടി കൂട്ടുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, എടുക്കുമ്പം അറിയാമല്ലോ ഇത് എനിക്ക് ഇച്ചിരി ഇത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങളത് കയ്യിലൊക്കെ തേച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആവണക്കെണ്ണ എടുക്കുക കേട്ടോ. അപ്പം മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് ആവണക്കെണ്ണ മിക്സ് ചെയ്യുക. ഞാൻ ടീസ്പൂൺ അളവിലാണ് മുട്ടയുടെ വെള്ളയല്ല ആവണക്കെണ്ണ ഞാൻ ടീസ്പൂൺ അളവിലാണ് പറയുന്നത്. 1 ടീസ്പൂൺ അളവിൽ ആവണക്കെണ്ണ മിക്സ് ചെയ്യുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അലോവേറ ജെല്ലാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ല് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അലോവേറ ജെല്ല് എടുക്കാം. ഇത് മൂന്നും നല്ലവണ്ണം മിക്സ് ചെയ്യണം. പക്ഷേ മുട്ടയുടെ വെള്ളയും ഇതും കൂടി മിക്സ് ചെയ്ത് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, മുട്ടയുടെ വെള്ള സെപ്പറേറ്റ് എടുത്തിട്ട് നല്ല ചോപ്പറൊക്കെ ഇല്ലേ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അരിയേണ്ട സാധനമില്ല, അതിലേ മുട്ടയുടെ വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് 2 അടി അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പതിഞ്ഞു അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ മാറി അത്യാവശ്യം വെള്ളം പോലെ ആവും കേട്ടോ. നിങ്ങൾ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഈ മുട്ടയുടെ വെള്ളയുടെ കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ആവണക്കെണ്ണ മിക്സ് ചെയ്യുക, പിന്നെ അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്യുക. ഇത് 3 നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും വേണമെങ്കിൽ കൈകളിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഡ്രൈ ആകുമ്പം ഇളം ചൂടും വെള്ളത്തിൽ ഒന്ന് കഴുകി നോക്കട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആവും. പക്ഷേ ചുളിവുകൾ മാറണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ചുളിവുകൾ മാറത്തില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2-3 തവണ സ്ഥിരമായിട്ട് തേക്കുക കേട്ടോ. ആഴ്ചയിൽ 2-3 തവണ തേക്കുക, എങ്കിലാണ് ചുളിവുകളൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടുക കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കണ്ണുകളൊക്കെ ചില കണ്ണ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇറുങ്ങി വെച്ചിരിക്കുന്ന കണ്ണൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക പഫിനെസ് വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വീർത്തിട്ട് ഇറുക്കല്ല ഇങ്ങനെ വീർത്ത പോലെയൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മുട്ടയുടെ വെള്ളം നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പഫിനെസ്സൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഈ മുട്ടയുടെ വെള്ളയെ. ഇത് നമുക്ക് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റുന്ന മുട്ടയുടെ വെള്ളയുടെ പാക്ക് പറഞ്ഞു തരാവേ. ഓയിൽ സ്കിന്നുകാർക്ക് ഇപ്പോൾ മുട്ടയുടെ വെള്ള തന്നെ മാത്രം മതി കേട്ടോ മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ മുട്ടയുടെ വെള്ള. എൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് ബ്രൈറ്റ് ആകാൻ സഹായിച്ചിട്ടുണ്ട് ഈ മുട്ടയുടെ വെള്ള. പക്ഷേ മുട്ടയുടെ വെള്ള തന്നെ തേക്കുമ്പോൾ ഒന്നും കൂടെ അങ്ങ് ഡ്രൈ ആയിട്ട് വലിയതുപോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാൻ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാനായിട്ട് ചെയ്യണത്. അപ്പം ഓയിൽ സ്കിന്നുകാർ ഈ മുട്ടയുടെ വെള്ള തന്നെ മുഖത്ത് തേക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ മുട്ടയുടെ വെള്ള എടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് ഉപയോഗിച്ച് അതിൻ്റെ ആ ഒരു കട്ട പിടിച്ചിരിക്കുമല്ലോ അതൊന്ന് മാറി ഇച്ചിരി വെള്ളം പോലെ ആണെങ്കിൽ നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇനി മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല അടിപൊളി ഒരു
ടിപ്പാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ നമ്മളെ സഹായിക്കണ ഒരു ടിപ്പ് നാട്ടിയത് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും. അത് നമ്മൾ തേക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കരിഞ്ഞ് ഉണങ്ങാനും സ്കിന്ന് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആവാനും ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞല്ലോ. പിന്നെ മൂന്നാമത്തെ നമുക്ക് ചേർക്കാൻ പോണത് മുട്ടയുടെ വെള്ള എടുക്കുക, അതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് ഇതേ രീതിയിൽ തന്നെ ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരെടുക്കുക, അതിലോട്ട് കുറച്ച് തേനും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് ഞാൻ മുമ്പത്തെ വീട്ടിൽ എപ്പോഴോ കാണിച്ചിട്ടുണ്ടോ, അടിപൊളി പാക്കാണ് കേട്ടോ. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ ചുളിവുകൾ നല്ലവണ്ണം കുറച്ച് മുഖം നല്ല ക്ലിയർ ആവാൻ നല്ല നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത്. മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും തേനും ചേർത്തുള്ള പാക്ക് കേട്ടോ. അപ്പോൾ ഈ 3 പാക്കും ഈ ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. ഇത് നാലാമത്തെ ഒരു പാക്ക് കൂടെ പറഞ്ഞുതരാം, അതും ഓയിൽ സ്കിന്നുകാർക്ക് സൂപ്പറാണ്. അതിന് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് ഓറഞ്ചിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുട്ടയുടെ വെള്ളം എടുക്കുന്നതനുസരിച്ച് ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കുക, അതിലോട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഈ മുഖക്കുരുള്ളവർക്ക് ചില ആൾക്കാർക്ക് പറ്റണ്ടല്ലോ, ഒരു നീറ്റിലും പുകച്ചിലൊക്കെ വരും, അങ്ങനെയുള്ളവർ ഈ ചെറുനാരങ്ങയുടെ നീരിന് പകരം ഈ ഓറഞ്ചിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുട്ടയുടെ വെള്ളം എടുക്കുക, ഓറഞ്ചിൻ്റെ നീരെടുക്കുക, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും നമുക്ക് കൈകളിലൊക്കെ തേച്ചെടുക്കാം. നമ്മുടെ കൈകളിലൊക്കെ ചുളിവുകളൊക്കെ വരത്തില്ലേ, അപ്പോൾ നമുക്ക് കൈകളിലൊക്കെ തേച്ചെടുക്കാം. അടിപൊളി പാക്കാണിത്. നമ്മുടെ സ്കിന്ന് നല്ല നിറം വയ്ക്കാൻ നമ്മൾ അടിപൊളിയായിട്ട് തിളക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് 4 പാക്കാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പറ്റിയ സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് തൈര് മിക്സ് ചെയ്യുക കേട്ടോ. അത് ഒരു ടീസ്പൂൺ അളവിൽ തൈര് മിക്സ് ചെയ്യുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുക്കുംബർ ജ്യൂസാട്ടോ. കക്കിരിക്കയില്ലേ, നമ്മുടെ സാലഡിലൊക്കെ കഴിക്കുന്ന കക്കിരിക്കയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തേനാട്ടോ. തേനും കൂടെ ഒഴിച്ചെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്തൊക്കെയാണ്? മുട്ടയുടെ വെള്ളം എടുക്കുക, കക്കിരിക്കയുടെ ജ്യൂസ് എടുക്കുക, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് തൈര്, പിന്നെ തേന്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളം നമുക്കറിയാം, ഒരു 1.5 സ്പൂൺ അളവെടുക്കുക. മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് 1/2 ടീസ്പൂൺ കക്കിരിക്കയുടെ ജ്യൂസ് എടുക്കുക, 1/2 ടീസ്പൂൺ തൈര് എടുക്കുക, പിന്നെ തേനും കൂടെ എടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ഡ്രൈ സ്കിന്നർക്കും അടിപൊളിയാണ്. കാരണം ഇതിൽ തൈരൊക്കെ ചേർത്തുകൊണ്ട് അവരുടെ സ്കിന്ന് നല്ലൊരു ഡ്രൈനെസ്സൊക്കെ മാറ്റാനും ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പാക്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത പാക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ പാക്ക് തന്നെയാണ്. അത് മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് തൈര്, നല്ല കട്ട തൈര് എടുക്കുമ്പോൾ വെള്ളം പോലെ തൈര് ഓയിൽ സ്കിന്നുകാർക്ക് ഒന്നും കുഴപ്പമില്ല, അവർക്കൊക്കെ മുഖത്തൊക്കെ തേക്കാം. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് വെള്ളം പോലുള്ള തൈര് പറ്റില്ല, അവർക്ക് കട്ടിയുള്ള തൈര് എടുക്കുക കേട്ടോ. കട്ടയല്ല, കട്ടിയുള്ള നല്ല നെയ്യ് പോലെ ഇരിക്കുന്ന തൈരൊക്കെ നല്ല കട്ടിയുള്ള ആ തൈര് എടുക്കുക കേട്ടോ. മുട്ടയുടെ വെള്ളയും തൈരും ചേർത്തുള്ള ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുടിക്കും നല്ലതാണ്, നമ്മുടെ ഫേസിൽ, നമ്മുടെ കഴുത്തിൽ, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുത്ത് അത്യാവശ്യം ഡ്രൈ ആവാൻ നമുക്ക് കഴുകിക്കളയുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ഇച്ചിരും കൂടി ഒന്ന് ബ്രൈറ്റ് ആവും. പിന്നെ അത് മാത്രമല്ല സ്കിന്ന് നല്ല നിറം വയ്ക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് മാത്രം വേറൊരു പാക്കും കൂടി പറഞ്ഞുതരാം. മുട്ടയുടെ വെള്ളം എടുക്കുക, അതിലോട്ട് പാല്. അയ്യോ, അത് സൂപ്പർ പാക്കാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നിറം വയ്ക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് മുട്ടയുടെ വെള്ളയും പാലും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, സൂപ്പറാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ഒരുപാട് പാക്ക് പറഞ്ഞിട്ടുണ്ട്, ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാടുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഒരു പാക്ക് മാത്രമേ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.